ഹലോ. ഇത് രാവിലെ തന്നെ ഇതൊരു കാപ്പി ഇട്ട് കുടിച്ചിട്ട് ഇന്നത്തെ ദിവസം തുടങ്ങാമെന്ന് കരുതി. അത് കുടിച്ച് കഴിഞ്ഞപ്പം അരിക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ വെള്ളയപ്പത്തിൻ്റെ മാവാണ് ഇത്. പഞ്ചസാര ഇട്ട് വെച്ചതാണ്. അപ്പോൾ ഇങ്ങനെ ദോശ പോലെ ചുടാമെന്ന് കരുതി. അപ്പം മധുരം ഉണ്ടല്ലോ, പിന്നെ കറിയൊന്നും വേണ്ട അതിന്, ഇങ്ങനെ തന്നെ കഴിക്കാമല്ലോ നമുക്ക്. അങ്ങനെ അതും ആക്കി, അതും കഴിച്ച്. പിന്നെ ഇതാ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. നെത്തലും ചെമ്മീനും കൂന്തലാണേ കിട്ടിയത്. അത് ഞാൻ നന്നാക്കാൻ വേണ്ടിയിട്ട് നിന്നതാണേ. അപ്പം നെത്തൽ മുളക് ഇടണം, പൊരിക്കും വേണം. പിന്നെ കൂന്തലും ചെമ്മീനും പൊരിക്കണം കേട്ടോ. പിന്നെ മൂക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചതാണ്. അത് അവളെ കുളിപ്പിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഇതാ കറിക്ക് വേണ്ടുന്നത് മുറിച്ചൊക്കെ വെച്ചു. മുളക് കറിയാണല്ലോ ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇടിച്ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഞാനിതാ ഇങ്ങനെ വേവിച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ തോലൊക്കെ പൂക്കിയിട്ട് ഇങ്ങനെ ഇടിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഒരു പാത്രം വെച്ച് ഓയിൽ ഒഴിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. അതിലേക്ക് കടുകും വറ്റൽമുളകും കരിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട്, പിന്നെ ഒരു മിക്സിയിലേക്ക് തേങ്ങ, ചെറിയുള്ളി, മുളക്, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള മിക്സാണ് അതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഈ ഇടിച്ചു വെച്ച ചക്കയില്ലേ അത് അതിനകത്തേക്ക് ഇടാം കേട്ടോ. ഇത് ഓൾറെഡി വെന്തതാണ്, ജസ്റ്റ് ഒന്ന് വെന്താൽ മതി. ഇനി അരപ്പ് മാത്രം വെന്താൽ മതി കേട്ടോ, വേറെ ഒന്നും വേവുണ്ടായി. ഇടിച്ചൊക്കെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി, അപ്പോഴത്തേക്കും പിന്നെ റെഡിയാവും കേട്ടോ. പിന്നീട് ഇതാ പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണേ. മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് നെത്തലാണല്ലോ പൊരിക്കുന്നത്. അതും പൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി കേട്ടോ. ഈ ഇടിച്ചക്ക ഉണ്ടെങ്കിൽ നമുക്ക് വേറെ കറിയൊന്നും വേണ്ട, അതന്നെ കൂട്ടിയിട്ട് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റ് കേട്ടോ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതേ ഉള്ളേ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.